കല്ലിൽ തെളിയും കാരുണ്യമുണ്ണി കാലിയെ വെച്ചു നടക്കുമുണ്ണി കൈകളിൽ വെണ്ണ പിടിച്ചോരുണ്ണി കാലിൽ വീഴുന്നോക്കു രക്ഷയുണ്ണി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കുഞ്ഞിച്ചിലം വിട്ടു കൊഞ്ചുമുണ്ണി കൂട്ടരോടൊത്തു കളിക്കുമുണ്ണി പൂപ്പിയ കൈകൾ കാക്കുമുണ്ണി കാലിൽ വീഴുന്നോർക്കു രക്ഷയുണ്ണി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ മധുരമായി വീണു വിളിക്കുമുണ്ണി മാടിനെ മെല്ലെ തലോടുമുണ്ണി മൂകനെ ഗായകനാക്കുമുണ്ണി കാലിൽ വീഴുന്നോർക്കു രക്ഷയുണ്ണി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ അമ്പാടിക്കാട്ടിൽ നടക്കുമുണ്ണി അമ്മിഞ്ഞ പാലിന കേഴുമുണ്ണി ആയർക്കിടങ്ങൾക്കു കാന്തനുണ്ണി കാലിൽ വീഴുന്നോർക്കു രക്ഷയുണ്ണി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ സുന്ദര പട്ടു ധരിച്ചോരുണ്ണി സൗന്ദര്യ സാരമാണെന്റെ ഉണ്ണി പൂന്താനം നെഞ്ചിൽ നിറച്ചോരുണ്ണി കാലിൽ വീഴുന്നോർക്കു രക്ഷയുണ്ണി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കുന്തിസ്തുതി എന്ന മധുരമനോഹരമായ ഭാഗത്തിന് ശേഷം സൂതപൗരാണികൻ ഭീഷ്മപിതാമഹന്റെ ഭഗവത് സ്തുതിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അർജുന ശരങ്ങളേറ്റ് ആ യുദ്ധഭൂമിയിൽ വീണുകിടക്കുന്ന ശരശയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹന്റെ അടുത്തേക്ക് ഭക്തവത്സലനായ ഭഗവാൻ ധർമ്മപുത്രാദികളെയും കൊണ്ട് അവിടേക്ക് എത്തിച്ചേരുന്നു. ഭഗവാൻ അർജുനനോടും ധർമ്മപുത്രരോടും ഒക്കെ കൂടി എത്തിച്ചേർന്ന കണ്ട് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി നിരവധിയായിട്ടുള്ള ഋഷീശ്വരന്മാര് അവിടേക്ക് വരുന്നു. നാരദൻ, ധൗമ്യൻ, വ്യാസൻ, ബൃഹദശ്വൻ, ഭരദ്വാജൻ തുടങ്ങി നിരവധി ആളുകൾ അവിടെ വന്നു ചേർന്നു. എന്തിനാ? ഭീഷ്മപിതാമഹനിൽ നിന്ന് ധർമ്മപുത്രർ സ്വീകരിക്കാൻ പോകുന്ന ധർമ്മോപദേശത്തെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ എന്തിനാ ധർമ്മപുത്രരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഭീഷ്മപിതാമഹനെ അനുഗ്രഹിക്കാൻ. ഭഗവാന് തൻ്റെ ആ ചില്ലി കടാക്ഷം കൊണ്ട്, മുരുകപ്പൊടിയുടെ ഒരു ചെറുചലനം കൊണ്ട് ധർമ്മപുത്ര മഹാരാജാവിൻ്റെ ഉള്ളിലെ സകല സംശയങ്ങളെയും ഇല്ലാതെയാക്കാൻ സാധിക്കും. ഭിദ്യന്തേ ഹൃദയഗ്രന്ഥി ക്ഷിത്യന്തേ സർവസംശയാഹ എന്നാണ്. എല്ലാത്തിനെയും ഇല്ലാതെയാക്കാൻ ഭഗവാന് സാധിക്കും. ആ ധർമ്മജ്ഞനായിരിക്കുന്ന ഭീഷ്മപിതാമഹന് അനുഗ്രഹം കൊടുക്കാനും ഭഗവാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും കപടമാനുഷവേഷം കെട്ടിയാടുന്ന ഭഗവാൻ ധർമ്മപുത്രരെ അനുഗ്രഹിക്കാൻ, ധർമ്മപുത്രർക്ക് വേണ്ട സാരോപദേശം കൊടുക്കാൻ ഭീഷ്മരാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി കൊണ്ടുവന്നിട്ട് ഭീഷ്മപിതാമഹൻ പറഞ്ഞു,
നിങ്ങളുടെ കാര്യം അത്ഭുതം അത്ഭുതം അത്ഭുതം. കാരണം എന്താണെന്ന് വെച്ചാൽ വിപ്രധർമ്മങ്ങളെയൊക്കെ വേണ്ടതുപോലെ അനുഷ്ഠിച്ച് ധർമാനുസാരിയായി ജീവിച്ച നിങ്ങൾക്ക് എന്നും ദുഃഖം ആണ്. നിങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ കുന്തിദേവി എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ ആ ധർമ്മത്തിന്റെ അവതാരമായിരിക്കുന്ന ധർമ്മപുത്ര നീയും സത്യത്തിൽ ആ ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതിരൂപമായിരിക്കുന്ന ഭീമസേനനും വില്ലാളികളിൽ സാക്ഷാൽ ദേവേന്ദ്രനും അപ്പുറം നിൽക്കാവുന്ന ഇന്ദ്രപുത്രനായിരിക്കുന്ന അർജുനനും അതിനെല്ലാത്തിലും ഉപരിയായിട്ട് സുഹൃത് കൃഷ്ണസ്തോ വിമൽ സുഹൃത്തായി കൂട്ടുകാരനായി ശ്രീകൃഷ്ണൻ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് ദുഃഖങ്ങൾ വരുന്നു. അപ്പോ എന്താണെന്ന് മനസ്സിലാക്കുന്നത്? സർവം കാലകൃതം മന്യേ, എല്ലാം കാലത്തിന്റെ ഒരു പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കാം. ഈശ്വര സങ്കല്പത്തെ മാറ്റിമറിക്കാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. നഹ്യസ്യ കർഹിചിദ്രാജൻ പുമാൻ വേദ വിധിർസിതം ജിജ്ഞാസയായുക്ത മുഹ്യന്തി കവയോമി. ആ ഈശ്വരന്മാർ പോലും അറിയാൻ ആഗ്രഹിച്ച് അതിപ്രയത്നം ചെയ്തിട്ടും ഫലപ്രാപ്തിയിലെത്താതെ മോഹാലസ്യപ്പെട്ടു വീണു ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ, ഭഗവാന്റെ ലീലകൾ കാണുമ്പോൾ. സർവം ഭവത്പ്രേരണൈവ ഭൂമൻ എന്ന് പട്ടേരിപ്പാട് വിചിത്ര രൂപസ്തവ ഖണ്ഡനുഗ്രഹ എന്ന് നാരായണീയത്തിൽ മറ്റൊരിടത്ത്. ഇതൊക്കെ ഭഗവാന്റെ സങ്കല്പങ്ങളെ ആർക്കും അറിയാനായിട്ട് സാധിക്കില്ല. കുറച്ചെങ്കിലും അറിയുന്നത് മഹാദേവനും നാരദനും കപിലനും ഈ ശ്രീകൃഷ്ണന്റെ മഹിമാശയത്തെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയ ആളുകളാണ്. നിങ്ങളുടെ മാതുലേയനായും അമ്മാവന്റെ മകനായും പ്രിയപ്പെട്ടവനായും പ്രിയം ചെയ്യുന്നവനായും സുഹൃത്തായും എന്തിന് ദൂതനായും സൂതനായും വരെ ഈ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഏകാന്ത ഭക്തന്മാരിൽ ഭഗവാന്റെ കാരുണ്യാതിശയം വളരെ വളരെ വലുതാണ്. എൻ്റെ അടുത്തേക്ക് ഭഗവാൻ ഓടി വന്നില്ലേ, ഞാൻ സ്വച്ഛന്ത മൃത്യു എന്ന ആ സിദ്ധി നേടിയിട്ടുള്ള ആളാണ്, ഉത്തരായനം കാത്തുകിടക്കുകയാണ്. അപ്പോഴാണ് ഉത്തമസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ഉലകിന്റെ നാഥൻ എൻ്റെ ഉള്ളിലേക്കും എൻ്റെ ബാഹ്യചക്ഷസ്സുകൾക്കും ആനന്ദം പകർന്നുകൊണ്ട് ദാ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഭീഷ്മ പിതാമഹൻ പ്രത്യേകമായിട്ട് പറഞ്ഞു, ഭക്തിയാവേശ്യ മനോയസ്മിൻ വാചായ നാമകീർത്തയ ത്യജൻ കളേബരം യോഗി മുച്യത്തെ കാമകർമ്മഭി. ആരിലാണോ മനസ്സ് ഭക്തിപൂർവം ചേർത്ത് വെച്ച് ആ ഭഗവാന്റെ നാമങ്ങളെ ഉച്ചൈസ്തരം ഘോഷിച്ചുകൊണ്ട് ദേഹം ത്യജിക്കുന്ന ആള് എല്ലാ കർമ്മങ്ങളിൽ നിന്നും മോചിതനാവുന്നു, ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ആ ഭഗവാനല്ലേ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഭാഗ്യം ഭാഗ്യം. യുധിഷ്ഠിരന്റെ ആ മനസ്സിന്റെ അശാന്തിയെ മനസ്സിലാക്കിയിട്ട് എല്ലാ ധർമ്മങ്ങളുടെയും തത്വത്തെ അറിയുന്ന ഭീഷ്മ പിതാമഹൻ വേണ്ട പോലെ വിധിക്കപ്പെട്ട നിവൃത്തിധർമ്മങ്ങളെയും പ്രവൃത്തിധർമ്മങ്ങളെയും ദാനധർമ്മങ്ങളെയും രാജധർമ്മങ്ങളെയും മോക്ഷധർമ്മങ്ങളെയും അതേപോലെ ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, സ്ത്രീ, പുരുഷൻ, ഇങ്ങനെ സകല ധർമ്മങ്ങളെക്കുറിച്ചും ഇതിഹാസ പുരാണങ്ങളെക്കുറിച്ചും ഒക്കെ അവിടെ വർണ്ണിച്ചു. എങ്ങനെ വർണ്ണിച്ചു? ഇത് പറയുന്ന ആളുടെ ജ്ഞാനവും കേൾക്കുന്ന ആളുടെ ജ്ഞാനവും ഒരേപോലെ ആണെങ്കിൽ, അത് അതുല്യമായ ഉയരത്തിലാണെങ്കിൽ, അതിന് സാക്ഷിയായിട്ട് ഭഗവാൻ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് കൈമാറ്റം ചെയ്യപ്പെടാൻ സാധിക്കും. അങ്ങനെയാണ് അല്ലേ? നമ്മളിപ്പോൾ ആധുനിക കാലത്ത് എല്ലാവരും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മൊബൈലിൻ്റെ ശക്തിക്കനുസരിച്ച് ഒരു മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്ക് ഈ വസ്തുക്കളെ അങ്ങോട്ട് നമുക്ക് മാറ്റാൻ എളുപ്പത്തിൽ സാധിക്കും. അതിൻ്റെ കേമത്തനുസരിച്ചാണ്. സാധാരണ മൊബൈലിന് സാധിക്കില്ല. ഇതേപോലെ സാധാരണക്കാരായിട്ട് നമുക്ക് വേണ്ട പോലെ ഇത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല. ധർമ്മപുത്രരെ പോലെ ശ്രേഷ്ഠനായ ഒരു ശ്രോതാവ്, എത്രയോ ശ്രേഷ്ഠനായ ഭഗവത് ഭക്തനായ ഭീഷ്മ പിതാമഹനെ പോലുള്ളൊരു വക്താവ്, അപ്പൊ അത് വളരെ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കടന്നുപോയി എന്നാണ്. അങ്ങനെ ഭീഷ്മ പിതാമഹനിലുള്ള ധർമ്മ തത്വങ്ങളെ മുഴുവൻ ധർമ്മപുത്രർക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ആ ധർമ്മപുത്രർ എല്ലാ ശോകങ്ങളിൽ നിന്നും മുക്തനായി. എന്നിട്ടോ അതിനുശേഷം തൻ്റെ ആ മനസ്സിനെ ഭഗവാനിലേക്ക് ചേർത്തു വെച്ചു. ഇതിനു വേണ്ടിയിട്ടാണ് തൻ്റെ ദേഹം ഉപേക്ഷിക്കാൻ പോവുക. എന്നിട്ട് ഭീഷ്മ പിതാമഹന്റെ സ്തുതി ഉണ്ടാവുക. ഇതിമധുരുപകൽപിത വിതൃഷ്ണ ഭഗവതി സാത്വത പുങ്കവേ വിഭൂമ്നി
സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ധവ പ്രവാഹ ത്രിഭുവനഗമനം തമാലവർണം രവികരഗൗരവരംബരം ദധാനേ വപുരണകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തുമേനവദ്യ. വിജയസഖേ പാർത്ഥസാരഥേ, ശ്രീകൃഷ്ണ, അവിടുത്തെ പാദങ്ങളിൽ ആ അർജുനമിത്രത്തിൽ എനിക്ക് എന്നെന്നും അകളങ്കിതമായ ദിവ്യമായ ഭക്തി ഉണ്ടാവണേ. ത്രിഭുവനത്തിൽ വെച്ച് ഏറ്റവും സുന്ദരനാണ് അവിടുന്ന്. തമാലം പോലെ നീലവർണ്ണമാർന്നവനാണ് അവിടുന്ന്. പ്രഭാത സൂര്യകിരണങ്ങൾ പോലെ മഞ്ഞപ്പട്ടണിഞ്ഞവനാണ് അവിടുന്ന്. നെറ്റിയിൽ വീട് കിടക്കുന്ന അളകങ്ങളോടുകൂടിയ ആ ബ്രഹ്മാണ്ഡ കോടികളുടെ പ്രവാഹം ആരിൽ നിന്നുണ്ടാവുന്നുവോ ആ യദുകുലാലങ്കാരമായിരിക്കുന്ന അവിടുത്തെ പാദങ്ങളിൽ നിഷ്കാമമായ കാമലേശമില്ലാത്ത ഭക്തി എൻ്റെ മനസ്സിലുണ്ടാവണേ ഭഗവാനെ. എനിക്ക് ഓർമ്മ വരുന്നു, യുദ്ധത്തിൽ കുതിരകളുടെ കുളമ്പടിയിൽ നിന്ന് ഉയർന്നു വീണ ആ ധൂളി പടലങ്ങൾ, ആ പൊടി അങ്ങയുടെ മുഖാരവിന്ദത്തിനെ ഒരു തവിട്ട് നിറമാക്കി മാറ്റി. വിയർപ്പ് തുള്ളികൾ വീട് കിടക്കുന്നു. എൻ്റെ മൂർച്ചയേറിയ അസ്ത്രങ്ങൾ, ഭീഷ്മപിതാമഹൻ പറയാ, അത് അവിടുത്തെ മാർച്ചട്ട കീറി ആ കവചം പൊളിഞ്ഞിരിക്കുന്നു. അതേപോലെ ദേഹത്ത് മുറിവ് പറ്റിയിരിക്കുന്നു. അങ്ങനെയുള്ള കൃഷ്ണനിൽ എനിക്ക് എന്നെന്നും ഭക്തി ഉണ്ടാവണേ പ്രാർത്ഥിക്കുന്നു. പിന്നെ അർജുനന്റെ കൂട്ടുകാരനായ സപതി സഖിവചോ നിശമ്യ മധ്യേ, അർജുനൻ പറഞ്ഞു, കൃഷ്ണ, ആ ശത്രുക്കളുടെ മധ്യത്തിലേക്ക് ഒന്ന് കയറ്റി നിർത്തൂ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ തേരെ കയറ്റി നിർത്തുക മാത്രമല്ല, അർജുനനെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന കൗരവ സൈന്യ സാഗരത്തിന്റെ മുഴുവൻ ആയുസ്സിനെയും തൻ്റെ ഒരു ചില്ലീകടാക്ഷം കൊണ്ട്, ഒരൊറ്റ നോട്ടം കൊണ്ട്, കണ്ണുകൊണ്ട് അപഹരിച്ചെടുത്ത അനുഗ്രഹിക്കുന്ന അർജുന സഖാവിൽ എനിക്ക് രതിയുണ്ടാവണേ പ്രാർത്ഥിക്കുന്നു. ശത്രു സൈന്യത്തിൻ്റെ ആ മുൻഭാഗത്ത് നിൽക്കുന്ന ഭീഷ്മാദികളെ കണ്ടപ്പോൾ സ്വജനങ്ങളെ വധിക്കുകയാണല്ലോ ഞാൻ കൃഷ്ണ എന്ന് പറഞ്ഞ് ആയുധം താഴ്ത്തിവെച്ച അർജുനന് ആരാണോ ആത്മതത്വത്തെ ഉപദേശിച്ചത് ആ ഭഗവാനിൽ എനിക്ക് എന്നെന്നും ആ രതി ഉണ്ടാവണേ ഭഗവാനെ. രതി എന്ന് പറഞ്ഞാൽ എന്താ? ആ അവസാനിക്കാത്ത തിരയാണ് ഭക്തിയുടെ, സ്നേഹത്തിൻ്റെ, പ്രേമത്തിൻ്റെ. പ്രേമം എന്നുള്ള വാക്ക് തന്നെ പലപ്പോഴും നമ്മൾ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കാറുള്ളത്. പ്രേമം നിഷ്കപടമായ സ്നേഹമാണ്. അത് ഭഗവാനിലേക്കാണ് വേണ്ടത്. മറ്റിൽ പലതും, പല കാമങ്ങളും കാമനകളും ഉണ്ട്. അതിന് പ്രേമം എന്ന് പറയാൻ സാധിക്കില്ല. പ്രേമം എന്ന് പറയാറുണ്ടെങ്കിൽ പോലും നിഷ്കാമമായ ഭഗവത് പദപ്രാപ്തി അത് തന്നെയാണ് രതി എന്നുള്ളത്. പിന്നെയോ സ്വനിഗമവഹായ മത്പ്രതിജ്ഞാമൃതമധികർത്തൃമവപ്ലുതോ രഥസ്ഥ, അവിടുന്ന് രഥത്തിൽ നിന്ന് ചാടി വരുന്ന ഒരു രംഗം ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കിയിരുന്നു. എന്താ അതിന് കാരണം? യുദ്ധത്തിൽ, ഒരു പാണ്ഡവ യുദ്ധത്തിൽ അർജുനന്റെ സാരഥിയായി ആ ചമ്മട്ടിയും കടിഞ്ഞാണും മാത്രമേ എൻ്റെ കയ്യിലുണ്ടാവുള്ളൂ, മറ്റൊരു ആയുധങ്ങൾ ഞാൻ ഉപയോഗിക്കില്ല എന്ന് അവിടുന്ന് സത്യം ചെയ്തു. ഭീഷ്മപിതാമഹൻ പറഞ്ഞു, അങ്ങയെ കൊണ്ട് ആയുധം ഞാൻ എടുപ്പിക്കും എന്ന് ഭീഷ്മപിതാമഹനും സത്യം ചെയ്തു. അപ്പൊ ഭീഷ്മപിതാമഹൻ പറയാ, അങ്ങയുടെ വാക്കിനെ മറന്നുകൊണ്ട് എൻ്റെ വാക്കിനെ സത്യമാക്കാൻ വേണ്ടി അർജുനന്റെ രഥത്തിൽ നിന്നും ചക്രവും എടുത്തും കൊണ്ട് ചാടി വരുന്ന ആ പീതാംബരധാരി, ആ ഉത്തരീയം താഴേക്ക് വീട് കിടക്കുന്നുണ്ട്. ഗതോത്തരീയ, എന്തിനാ അത് കൊല്ലണില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കർമ്മം ചെയ്യുമ്പോൾ ഉത്തരീയം ഇടണം. ആ ഉത്തരീയം ഭഗവാൻ മാറ്റിവെച്ചെന്താ? സജ്ജനങ്ങൾ പറയുകയാണ് അത് പ്രവൃത്തി ചെയ്യണില്ല എന്ന് ധർമ്മമറിയുന്ന ഭീഷ്മപിതാമഹന് മനസ്സിലാവും. മറ്റുള്ള ആളുകൾക്കൊക്കെ തോന്നും കൃഷ്ണൻ ആയുധം എടുത്ത് ചാടി വരുന്നുണ്ട് എന്ന്. ഭീഷ്മപിതാമഹൻ എന്ത് ചെയ്തു? തൊഴുതുകിനെ നിന്നു, തല താഴ്ത്തിക്കൊണ്ട്. ഭഗവാൻ ആ ക്രോധാഭിനയം അവിടെ അവസാനിപ്പിച്ചു. പിന്നെയോ പറയുകയാണ്, ആ എൻ്റെ മൂർച്ചയേറിയ അസ്ത്രങ്ങൾ അവിടുത്തെ ദേഹത്തേക്ക് വന്നപ്പോൾ അവിടുന്ന് ഏതുപോലെയാ വന്നത്? ആനയുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന സിംഹത്തെ പോലെ അവിടുന്ന് ചാടി വരുന്നില്ലേ? അർജുനന്റെ തേരാകുന്ന വിജയരഥ കുടുംബ ആ തേരാകുന്ന കുടുംബത്തിലിരുന്നു കൊണ്ട് ചമ്മട്ടിയും ആ കടിഞ്ഞാണും ധരിച്ചിരിക്കുന്ന പാർത്ഥസാരഥി, ഈ ശരീരം വെടിയാൻ നിൽക്കുന്ന എനിക്ക് എന്നെന്നും ആ പരമമായ ഗതി ആക്കി അനുഗ്രഹിക്കണേ ഭഗവാൻ. അവളുടെ, അങ്ങയുടെ ഈ സ്വരൂപത്തിന്റെ മാധുര്യത്തെ ഏറ്റവും കൂടുതൽ അറിഞ്ഞ ആളുകൾ ആരാ? ഗോപവധ്വ, ഗോപികമാരാണ് എന്നാണ്. മനോഹരമായിട്ട് ഭഗവാന്റെ നടത്തം, ഭഗവാന്റെ നോട്ടം,
പ്രണയകടാക്ഷം, ഇതുകൊണ്ടൊക്കെ അവിടുത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കി അതിൽ ലയിച്ചിട്ടുള്ള ആളുകൾ ആ ഗോപികമാരാണ്. ഗോപികമാരൻ ഏത് സ്വരൂപത്തെയാണോ പ്രാപിച്ചത് ആ സ്വരൂപത്തിൽ എനിക്ക് രതിയുണ്ടാവണേ ഭഗവാനെ. പിന്നെ മറ്റൊരു രംഗം ഓർമ്മിപ്പിക്കുകയാണ്. രാജസൂയം, ധർമ്മപുത്രന് രാജസൂയാഗവേദിയിൽ വെച്ച് അഗ്രപൂജ സ്വീകരിച്ചുകൊണ്ട് സകല ആളുകളെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഞാനിപ്പിത കൺമുന്നിൽ കാണുന്നു. ഓരോ രംഗങ്ങളും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഗോപികമാരുടെ മുമ്പിലുള്ള ഗോപാലനായിട്ട് രാജസൂയാഗവേദിയിൽ ധർമ്മപുത്രരുടെ അഗ്രപൂജ സ്വീകരിക്കുന്ന ലോകൈകനാഥനായിട്ട് അവിടുത്തെ കാണുന്നു ഞാൻ. ഒരേ സൂര്യൻ പല കണ്ണുകളിൽ പലതായിട്ട് തോന്നുന്നത് പോലെ ഒരേ ഭഗവാൻ ലോകത്തിൽ എല്ലായിടത്തും സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. അതിൽ ഞാൻ എൻ്റെ എല്ലാ ബന്ധങ്ങളെയും വിട്ട് സർവഭേദവും വിട്ട് ഞാനിതാ പ്രാപിക്കുന്നു ഭഗവാനെ എന്ന് പറഞ്ഞു. കൃഷ്ണേവ ഭഗവതി മനോവാദൃഷ്ടിവൃത്തിഭി ആത്മന്യാത്മാനമാവേശ്യ സ്വന്തശ്വാസ ഉപാരവൽ. തൻ്റെ ശ്വാസത്തെ നിയന്ത്രിച്ച് മനസ്സ്, വാക്ക്, ദൃഷ്ടി ഇതിൻ്റെ വൃത്തികൾ മുഴുവൻ ഭഗവാനിലേക്ക് ലയിപ്പിച്ച് ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു. എല്ലാവരും കുറച്ചു നേരം ഇണ്ടാതെ നിന്നു. ആ പരബ്രഹ്മത്തിലേക്ക്, നിരുപാധികമായ പരബ്രഹ്മത്തിലേക്ക് പിതാമഹൻ ലയിച്ചു ചേർന്നു എന്ന് മനസ്സിലായപ്പോൾ എല്ലാവരും ഇണ്ടാതെ, ഏതുപോലെ എന്നാ പറയുന്നത്, സന്ധ്യയ്ക്ക് പക്ഷിക്കൂട്ടങ്ങൾ എന്നതുപോലെ നിശബ്ദമായി ഒന്നും ഇടണില്ല ആരും. കുറച്ചു നേരം നിന്നു. പിന്നീട് ആകാശത്ത് നിന്ന പുഷ്പവൃഷ്ടിയുണ്ടായി, ദേവദുന്ദുഭി മുഴങ്ങി. ഇവിടെ പറയുകയാണ് അദ്ദേഹം മുക്തനായി തീർന്നു എങ്കിലും ശൗനകാദികളോട് സൂത പറയുകയാണ് ഇതൊക്കെ ശരിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സംസ്കാരാദി കർമ്മങ്ങളൊക്കെ വേണ്ടതുപോലെ നടത്തി. അതിനുശേഷം ഭഗവാൻ തിരിച്ച് ദ്വാരകയിലേക്ക് യാത്രയാവും. ദ്വാരകയിലേക്ക് പോകാൻ ഒരിക്കൽ ഭഗവാൻ തയ്യാറെടുത്താണ്. അപ്പോഴാണ് ഉത്തരാദേവി ഓടി വന്നതും പാഹി പാഹി മഹായോഗിൻ എന്ന് പറഞ്ഞ് ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചതും അനുഗ്രഹിച്ചതും. ആ ഉത്തരയുടെ ഗർഭം വളർന്നുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ അവിടുന്ന് ദ്വാരകയിലേക്ക് ചെല്ലും. ദ്വാരകയിലേക്ക് ചെല്ലുമ്പോൾ ആ യാത്രയിൽ ധർമ്മപുത്ര മഹാരാജാവ് കുറേ ദൂരം ഭഗവാനെ അനുഗമിച്ചു. അതിനുശേഷം ഭഗവാൻ നിർബന്ധിച്ച് അവരെയൊക്കെ തിരിച്ചയച്ചു. ശ്രീകൃഷ്ണന് ദ്വാരകയിൽ അതിഗംഭീരമായിട്ടുള്ള വരവേൽപ്പാണ്. വിജയശ്രീലാളിതനായി വിജയസാരഥിയായിരിക്കുന്ന വിശ്വപാലകൻ എത്തിച്ചേരുമ്പോൾ അവരൊക്കെ അത്ഭുതത്തോടെ, ആദരവോടുകൂടി, സ്നേഹത്തോടുകൂടി ഭഗവാനെ സ്വീകരിച്ചു. ഭഗവാൻ വിധിയാവണ്ണം അക്ഷരമ്മമാരെ, ഗുരുക്കന്മാരെയൊക്കെ നമസ്കരിക്കുക. അതേപോലെ ആ ഭഗവാനേക്കാൾ താഴെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, ഭഗവാന്റെ മക്കളും ഒക്കെ ഭഗവാനെ ഒന്ന് നമസ്കരിക്കുക. ഏട്ടനെ ഒന്ന് ആലിംഗനം ചെയ്തു. കൂട്ടുകാരെ, അതേപോലെ തന്നെ പത്നിമാരെ, 16,108 പത്നിമാരാണ് ഭഗവാന്, അവരെ മുഴുവൻ ആലിംഗനം ചെയ്ത് പിന്നെ ആ ദാസീ ജനങ്ങൾക്കൊക്കെ തന്റെ കടാക്ഷമാകുന്ന അനുഗ്രഹം കൊടുത്തുകൊണ്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നു. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു. അതിനുശേഷം ശൗനകൻ ചോദിച്ചു, ആ ഉത്തരയുടെ ഗർഭത്തെക്കുറിച്ച്, ആ ഉണ്ണിയെക്കുറിച്ച് പറഞ്ഞു തരൂ എന്ന് പറയുകയാണ്. ഏതായാലും ഇവിടെ ആ ധർമ്മപുത്ര മഹാരാജാവ് ശ്രീകൃഷ്ണ പാദസേവയിൽ മുഴുകി പ്രജകൾക്ക് മുഴുവൻ ആനന്ദത്തെ നൽകിക്കൊണ്ട് എങ്ങനെയാണ് ഒരു അച്ഛൻ മക്കളെ നോക്കുന്നത് അല്ലെങ്കിൽ നോക്കേണ്ടത്, അതേപോലെ തൻ്റെ പ്രജകളെ അദ്ദേഹം വേണ്ടതുപോലെ സേവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഭരിച്ചു എന്ന് പറയുന്ന ഭാഷ തന്നെ ശരിയല്ല എന്ന് ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ രാജാവ് എന്താ പറയുന്നത്, ഞാൻ നിങ്ങളുടെ സേവകനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സേവിച്ചു അവരെയൊക്കെ വേണ്ടതുപോലെ. അപ്പൊ പിതാവ് മക്കളെ സേവിക്കുകയോ ഇല്ല, പക്ഷെ പിതാവ് മക്കളെ സ്നേഹിക്കും. അപ്പൊ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാണ്, ഭരിക്കുകയും ഭരിക്കപ്പെടുകയും അല്ല ചെയ്യണത് എന്ന് കാണിക്കുകയാണ്. അങ്ങനെ ധർമ്മപുത്ര മഹാരാജാവ് അങ്ങനെ ജീവിക്കണം. പരീക്ഷിത്ത് തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഭഗവാനെ കാണാൻ ഭാഗ്യം സിദ്ധിച്ച ആളാണ്. അങ്കുഷ്ടമാത്രമലം സ്ഫുരൽ പുരടമൗലിനം. ഭഗവാൻ ഒരു ആ പെരുവിരലിന്റെ വലുപ്പത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് ഗദാധാരിയായി. ആ സ്വരൂപത്തെ കണ്ട് പരീക്ഷിത്ത് ജന്മമെടുത്തു. വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വിഷ്ണുരാധൻ എന്ന പേര്. ജീവിതത്തിൽ താൻ കാണുന്ന ആളുകൾ മുഴുവൻ ഭഗവാനാണോ എന്ന് പരീക്ഷിച്ചറിയാൻ ശ്രമിക്കുന്ന ഉണ്ണിയായതുകൊണ്ട് ആ ഉണ്ണിയെ പരീക്ഷിത്ത് എന്ന് വിളിക്കാൻ തുടങ്ങി.
ബ്രാഹ്മണര് ആ ഉണ്ണിയുടെ ജാതകർമ്മം തുടങ്ങിയ പ്രവൃത്തികളൊക്കെ വേണ്ട പോലെ ചെയ്തു, നാമകരണം നടത്തി. ധർമ്മപുത്രർ ചോദിച്ചു, ഈ ഉണ്ണിയുടെ ജാതകത്തെക്കുറിച്ചൊന്ന് പറയൂ, എന്തൊക്കെയാണ് ഈ ഉണ്ണിയുടെ പ്രത്യേകതകൾ? പറഞ്ഞു, മഹാശ്രേഷ്ഠനായിട്ട് തീരും എന്നാണ് പറഞ്ഞത്. സാക്ഷാൽ ഇക്ഷ്വാകുവിനെ പോലെ പ്രജകളെ പരിപാലിക്കും, ദശരഥപുത്രനായ രാമനെ പോലെ ബ്രഹ്മജ്ഞാനിയും സത്യസന്ധനുമാവും, കുശീരാധിപതിയായിരിക്കുന്ന ശിബിയെ പോലെ ദാനശീലനായിരിക്കും, ദുഷ്യന്തപുത്രനായ ഭരതനെ പോലെ എല്ലാവരുടെയും തൻ്റെ കുടുംബത്തിൻ്റെ കുലത്തിൻ്റെ യശസ് വർദ്ധിപ്പിക്കും, അർജുനനും കാർത്തവീര്യാർജുനനും തുല്യനായിട്ട് തീരും വില്ലാളികളിൽ എന്ന് വേണ്ട സാക്ഷാൽ ആ ശ്രീകൃഷ്ണനെ പോലെ രമാപതിയായിരിക്കുന്ന ഭഗവാനെ പോലെ എല്ലാവർക്കും ആശ്രയിക്കാവുന്നവനായിട്ട് തീരും ഈ ഉണ്ണി. വലിയ സന്തോഷമായി ധർമ്മപുത്രർക്ക്. അപ്പോഴാണ് പറഞ്ഞത്, ഇതൊക്കെ ആണെങ്കിൽ പോലും തക്ഷകാദാത്മനോ മൃത്യു, അദ്ദേഹത്തിന് തക്ഷകദംശനമേറ്റ് മരണം സംഭവിക്കും. പക്ഷേ അപ്പോഴും ഒന്നിലും ആസക്തിയില്ലാതെ ആ ഹരിയുടെ പാദങ്ങളിലേക്ക്, ശ്രീഹരിയുടെ പാദത്തിലേക്ക് എത്തിച്ചേരും അദ്ദേഹം. ഭാഗവതത്തെ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ സാധിക്കും. വ്യാസപുത്രനായ ശ്രീശുകനിൽ നിന്ന് ആത്മതത്വത്തെ ഗ്രഹിച്ച് ശരീരം ഗംഗയിൽ പരിത്യജിച്ച് ആ പരമപദത്തിലേക്ക് ധർമ്മപുത്രർക്ക് സമാധാനമായി. ഏതായാലും അങ്ങനെ ആ രാജപുത്രൻ അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് വിതുരന്റെ നിർദ്ദേശപ്രകാരം ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വനത്തിലേക്ക് പോകുന്നു. ദുര്യോധനന്റെ അതിക്രൂരമായിരിക്കുന്ന വാക്കുകൾ കേട്ട് രാജ്യം വിട്ടുപോയ ആളാണ് വിതുരമഹാശയൻ. ദാസീപുത്രനാണ്, ധൃതരാഷ്ട്രന്റെ സഹോദരനാണ്. എന്നാൽ അദ്ദേഹം ആ ദുര്യോധനന്റെ മോശമായിട്ടുള്ള വാക്കുകൾ നല്ലതാണ് എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഇതൊക്കെ സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. ഒരാൾ നമ്മളെ ചീത്ത പറയുന്നത് പോലും നല്ലതാണെന്ന് കരുതാനുള്ള ഒരു മനസ്സിന്റെ ഭാവശുദ്ധി അവിടെ കാണിക്കുകയാണ്. കാരണം എന്താ, വിതുരൻ വിചാരിച്ചത്, ഞാൻ ഈ കുടുംബ ബന്ധനങ്ങളിൽപ്പെട്ട് ഇവിടെ കഴിയുന്നതിന് പകരം ഈശ്വരൻ എനിക്ക് ഇതിൽ നിന്ന് വിടുതൽ നേടാനുള്ള ഒരു വഴി ദുര്യോധനിലൂടെ കാണിച്ചു തന്നു. അതുകൊണ്ട് എനിക്ക് എന്താ സാധിക്കുക, ഇപ്പൊ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാം, ക്ഷേത്രങ്ങളിലൊക്കെ തൊഴുതാം, തീർത്ഥങ്ങളിലൊക്കെ മുങ്ങിക്കുളിക്കാം, സജ്ജനങ്ങളെ കാണാം, ഭഗവാന്റെ നാമം ജപിക്കാം, അല്ലാതെ വെറും കുടുംബാരാമനായിട്ട് ഇവിടെ നിന്ന് ജീവിക്കല്ല വേണ്ടത് എന്ന് മനസ്സിലാക്കി പോയ ആളാണ്. കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ യമുനാ നദിയുടെ തീരത്ത് വെച്ച് ഉദ്ധവനെ കണ്ടു. ഉദ്ധവൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. എന്താ, ശ്രീകൃഷ്ണൻ സുധാമത്തിലേക്ക് പോയത്. പക്ഷേ വിതുരമഹാശയൻ ഇവിടെ വന്ന് പാണ്ഡവരോട് ഇതൊന്നും പറഞ്ഞില്ല. തിരിച്ചു വന്നു. ഹസ്തിനപുരിയിലെ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അടുത്തേക്കും ചെന്നു. പാണ്ഡവരുടെ അടുത്ത് കുറച്ച് താമസിച്ച് തൻ്റെ ഏട്ടനായ ധൃതരാഷ്ട്രയുടെ അടുത്തേക്ക് ചെന്നു. 100 മക്കളും കൊല്ലപ്പെട്ടതിൻ്റെ വേദനയിലും ജീവിക്കാനുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ടിരിക്കുന്ന ആളാണ് ധൃതരാഷ്ട്രർ. അതാണ് പറഞ്ഞത്. വിതുരര് പറയുന്നത് കുറച്ച് കടുപ്പമാണെങ്കിലും അതിൻ്റെ ഉദ്ദേശലക്ഷ്യം വളരെ ശ്രേഷ്ഠമാണെന്ന് വിതുരർക്കറിയാം. എന്താ, ഏട്ടാ ഇങ്ങനെ ഒരു വീട്ട് കാവൽ നിൽക്കുന്ന നായയെ പോലെ അധപ്പതിക്കാൻ പാടുള്ളൂ ഏട്ടൻ. ഏട്ടൻ്റെ 100 മക്കളും മരിച്ചു. ആ 100 മക്കളുടെയും മരണത്തിന് കാരണക്കാരനായ ഭീമസേനന്റെ രക്തം പുരണ്ട കൈകൾ കൊണ്ട് ഉരുട്ടി തരുന്ന ഭക്ഷണം അമൃതതുല്യമായിട്ട് ഏട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലും ഭേദം വീട്ട് കാവൽ നിൽക്കുന്ന നായ്ക്കളുടെ ജീവിതമാണ്. ഏട്ടൻ ഇങ്ങനെ ജീവിക്കാൻ പാടില്ല. ഇനിയെങ്കിലും ഭഗവാനെ അറിയൂ, ആ ഭഗവാനിലേക്ക് അലിയൂ, ആ തപസ്സിലൂടെ ജീവിതത്തെ സാർത്ഥകമാക്കൂ. എത്ര കാലം സ്വാർത്ഥത കൊണ്ട് എത്രയെത്ര അധർമ്മങ്ങൾ ഏട്ടൻ ചെയ്തു, അതിൻ്റെ ഫലമല്ലേ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കടുപ്പത്തിൽ തന്നെ പറഞ്ഞു. അങ്ങനെയാണ് വാഗ്വജ്രം എന്നാ പറയുക. വാക്കുകൾ കടുത്തതായാൽ അത് ഒരുപക്ഷെ ആ വാക്കുകൾ വന്ന് തറയ്ക്കുന്നത് ഹൃദയത്തിലാണ്. ഹൃദയത്തിനകത്ത് രക്തമാണ്. പക്ഷേ അത് ഹൃദയത്തിൽ വന്ന് തറയ്ക്കുമ്പോൾ രക്തമല്ല പൊടിയുക, മറിച്ച് കണ്ണിൽ നിന്ന് കണ്ണീരാണ് ഒഴുകുക. ദേഹത്ത് ആ കൂടുതൽ വെള്ളമുള്ള ശരീരത്തിൽ മറ്റ് അസ്ത്രങ്ങൾ വന്ന് നിറച്ചു കഴിഞ്ഞാൽ അതിന് വെള്ളമല്ല പുറത്തേക്ക് വരിക, രക്തമാണ് പുറത്തേക്ക് വരിക. അകത്ത് കൊണ്ടപ്പോൾ അത് വല്ലാത്തൊരു മാറ്റം ആ ധൃതരാഷ്ട്രത്തിലുണ്ടായി എന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി. വിതുരമഹാശയനോടും ഗാന്ധാരിയോടും കൂടി അവർ പർവ്വതസാനുക്കളിൽ, ഹിമാലയ പർവ്വതസാനുക്കളിൽ പോയി ഭഗവാനെ തപസ് ചെയ്തു. വല്ലാത്ത വേദനയായി ധർമ്മപുത്രർക്ക്. വല്യച്ഛനും വല്യമ്മയും പോയി. താൻ വേണ്ട പോലെ നോക്കാനിട്ടാണ് എന്നൊക്കെ തോന്നി. പക്ഷെ അതൊന്നുമല്ല, ഇത് ഈശ്വര സങ്കല്പമാണ് എന്ന് നാരദൻ വന്ന് ഉപദേശിക്കുന്നു. ധർമ്മപുത്രർക്ക് സമാധാനം. പക്ഷേ ആ സമാധാനം അധിക സമയം നീണ്ടു നിന്നില്ല എന്ന് പറയുന്നു. ഭീമസേനനെ വിളിച്ചു ഒരിക്കൽ
പറഞ്ഞു, ഉണ്ണി, നമ്മുടെ അനിയൻ അർജുനൻ ദ്വാരകയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. മാസങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു. പല ദുർനിമിത്തങ്ങളും ഞാൻ കാണുന്നുണ്ട്. എൻ്റെ മനസ്സിൽ പല 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 സംശയങ്ങൾ ഉണ്ടാവുന്നു. സംപ്രേഷിതോ ദ്വാരകായ ജിഷ്ണുർബന്ധുദിദൃക്ഷയ യാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതം. ആ ഭഗവാൻ തൻ്റെ ഈ ക്രീഡാരൂപത്തെ, ഈ ലീലാമാനുഷ വിഗ്രഹത്തെ ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന് നാരദൻ പറഞ്ഞ കാലം വന്നെത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ, ഇപ്പൊ പല ദുർനിമിത്തങ്ങൾ ലോകത്ത് കാണും. ഒരുപക്ഷെ ഭഗവാൻ സ്വധാമം വിട്ട് സ്വധാമത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവാം എന്ന് പോലും എനിക്ക് തോന്നുന്നു. പല ദുർനിമിത്തങ്ങളും കാണാനുണ്ട്. കാലങ്കോഴി കൂവുന്ന ശബ്ദം, അതേപോലെ തന്നെ സൂര്യൻ വേണ്ട പോലെ പ്രകാശിക്കണില്ല. കുറുക്കൻ അഗ്നി വഹിച്ചുകൊണ്ട് സൂര്യനെ നോക്കി നിലവിളിക്കുന്നു. ഇതൊക്കെ ദുർനിമിത്തങ്ങളാണ്. നമുക്ക് അർജുനെ ഒന്ന് പോയി അന്വേഷിക്കണോ എന്ന് വിചാരിക്കാം. ഇങ്ങനെ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അർജുനൻ അവിടേക്ക് ഇങ്ങനെ കടന്നു വന്നു. ഗാന്ധീവം ഉയർത്താൻ പോലും സാധിക്കണില്ല, മിണ്ടാൻ സാധിക്കണില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഗദ്ഗതം കൊണ്ട് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഏട്ടൻ്റെ കാക്കൽ വന്നങ്ങനെ വീണ് നമസ്കരിച്ചു. ഉറക്കുറക്കെ വാവിട്ട് കരഞ്ഞു. എന്നിട്ടോ ധർമ്മപുത്രൻ ചോദിച്ചു, എന്താ പറ്റിയത് നിനക്ക്? നീ പ്രതിജ്ഞ ചെയ്തത് നടക്കാതെ പോയോ? തന്നെ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുക എന്നുള്ളത് ധീരന്റെ കടമയാണ്. അത് സാധിക്കാതെ വന്നാൽ ഇങ്ങനെ വേദന ഉണ്ടാവാറുണ്ട്. അങ്ങനെ വല്ലതും നിനക്ക് സംഭവിച്ചു? എന്തായാലും പറഞ്ഞു. ആ ശ്രീകൃഷ്ണൻ ഇപ്പോ ദ്വാരകയിൽ സുഖമായിട്ട് കഴിയുന്നില്ലേ? ആ കഥകളൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ ഭഗവാന്റെ പരമമിത്രം അല്ലെ, ഏവം കൃഷ്ണസഖ കൃഷ്ണോ ഭ്രാത്ര രാജ്ഞാവികൽപ്പിത. രണ്ടും കൃഷ്ണന്മാരാണ്. അർജുനനെയും കൃഷ്ണൻ എന്ന് വിളിക്കും. അപ്പൊ കൃഷ്ണസഖാവായിരിക്കുന്ന ആ കൃഷ്ണൻ അർജുനൻ തൻ്റെ ആ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് കുറേ നേരം ഇല്ലാതിരുന്നു. അതിനുശേഷം തുറന്നിങ്ങനെ പറഞ്ഞു, വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ ബാഷ്പഗദ്ഗതയാകിര. ഗദ്ഗതം അതേപോലെ കണ്ണീർത്തുള്ളികളെ കൊണ്ട് ഒലിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ആ ഭഗവാനാൽ നമ്മളൊക്കെ വഞ്ചിക്കപ്പെട്ടു. എൻ്റെ തേജസ് അപഹരിക്കപ്പെട്ടു. നാരായണനില്ലാതെ നരന് എന്ത് അസ്തിത്വമുള്ളത് അല്ലേ? മാധവനില്ലെങ്കിൽ മാനവൻ വെറും പൂജ്യം. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ആ ഭഗവാനാകുന്ന ഒന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രാണൻ പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് വല്ല വിലയുണ്ടോ? അച്ഛനെന്നും അമ്മയെന്നും ഭാര്യയെന്നും മക്കളെന്നും ഭർത്താവെന്നൊക്കെ പറഞ്ഞിരുന്നത് വെറും ശവമായി കണ്ടു കഴിഞ്ഞാൽ അറപ്പും വെറുപ്പും പേടിയും ഉണ്ടാകുന്ന ഒരു വസ്തുവായിട്ട് തീരുന്നത് എപ്പോഴാണ്? ഭഗവാന്റെ ചൈതന്യം അതൊന്ന് നഷ്ടപ്പെടുമ്പോൾ. അതേപോലെ എൻ്റെ ചൈതന്യം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓരോ സന്ദർഭത്തിലും ആ ഭഗവാൻ എനിക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്തത്. ഈ ലോകമാകെ തന്നെ കാണാൻ കഴിയാത്ത വിധം എനിക്ക് അപ്രിയമായി. കാരണം എന്താ? ഈ ലോകത്തിൽ ഇപ്പൊ ഭഗവാൻ ഇല്ല എന്നുള്ളതാണ്. പാഞ്ചാലിയുടെ സ്വയംവരം നടക്കുന്ന സമയത്ത് എന്നെ രക്ഷിച്ചത് എത്രയോ രാജാക്കന്മാരുടെ മുമ്പിൽ എനിക്ക് തേജസ്സും ഓജസ്സും കാണിക്കാൻ സാധിച്ചത് ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ദേവസംഘങ്ങളോടുകൂടിയ ഇന്ദ്രനെ ജയിക്കാൻ സാധിച്ചത്, ഗാണ്ഡവനം അഗ്നിക്ക് സമർപ്പിക്കാൻ സാധിച്ചത്, 10,000 ആനകളുടെ ശക്തിയുള്ള ഭീമേട്ടന് ആ കൗരവന്മാരുടെ ദുഷ്ചെയ്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചതും, നാഗരസം കഴിക്കാൻ സാധിച്ചതും ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. ഏട്ടാ, നമ്മുടെ പ്രിയപ്പെട്ട പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്ത സമയത്ത് വസ്ത്രം നൽകി അനുഗ്രഹിച്ച ആ ഭഗവാൻ, എൻ്റെ ശസ്ത്രങ്ങൾക്ക് ശക്തി നൽകിയ ആ ഭഗവാൻ, എൻ്റെ അസ്ത്രങ്ങളെ ഓരോരുത്തരിലും എണ്ണ പോലെ എത്തിച്ച് വിജയക്കൊടി പാറിക്കാൻ ഈ വിജയനെ സാധിപ്പിച്ച വിജയസാരഥി ദുർവാസസിനെ ഒരു ചീരയില കൊണ്ട് അത്ഭുതപ്പെടുത്തി നമ്മളെയൊക്കെ അനുഗ്രഹിച്ച ആ ഭഗവാൻ, ഇവിടെ ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ പാർവതീ സമേതനായ ആ മഹാദേവന്റെ അടുത്ത് പോലും എനിക്ക് വീര്യം കാണിക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ ആ ഭഗവാന്റെ ദിവ്യമായ സ്വരൂപം നമ്മളെ വിട്ടുപോയിരിക്കുന്നു. ആ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയിരിക്കുന്നു. കൗരവ സൈന്യസാഗരത്തിന് നേരെ അതിനെ കേവലം ഒരു വത്സവദം പോലെ, ഒരു പശുവിൻ്റെ കുളമ്പടിയുടെ വലിപ്പത്തിലേക്ക് ചെറുതാക്കി തന്നത് ഭഗവാന്റെ വലുതായിട്ടുള്ള കാരുണ്യം കൊണ്ടല്ലേ? അറിയാം. ആ കഥകളൊക്കെ ഇങ്ങനെ ആലോചിച്ചു. കിടപ്പിലും ഇരിപ്പിലും നടപ്പിലും എല്ലായിടത്തും
ആ ഭഗവാൻ. ആ ഭഗവാനെ നമ്മൾ നമ്മുടെ കൂട്ടുകാരനായും ബന്ധുവായും അമ്മാവന്റെ മകനായും ദൂതനായും സൂതനായും എന്തിന് രാജസൂയ യാഗവേദിയിൽ പരിചാരകനെ പോലെ പോലും അഭിനയിച്ചു ഭഗവാൻ. വരുന്ന ആളുകളുടെ മുഴുവൻ കാല് കഴിപ്പിച്ചത് ആരാ? ആ ശ്രീകൃഷ്ണൻ. നമുക്ക് മനസ്സിലായില്ല ആ ഭഗവാനെ അല്ലേ? ഓരോ സന്ദർഭത്തിലും എന്നെ വിളിക്കും, ഹേ അർജുന സഖേ ഗുരുനന്ദനേനി എന്നൊക്കെ എന്നെ വിളിക്കുമ്പോൾ ആ വിളി എന്നിൽ വല്ലാത്തൊരു ആനന്ദത്തെ നൽകിയിരുന്നുവെങ്കിൽ ആ സ്മരണ പോലും ഇപ്പോൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. യാദവന്മാരുടെ കാര്യമാണ് കഷ്ടം. ഈ ഭഗവാനെ കിട്ടിയിട്ടും ആ ഭഗവാനോട് തല്ലുകൂടി വാരുണി മധുരാമ്പിത്വ ആ വാരുണി മദ്യം സേവിച്ച് സ്വയംബോധമില്ലാതെ നശിച്ചു. അപ്പൊ ഭഗവാന്റെ ഗതിയും യദുകുലത്തിന്റെ നാശവും കേട്ട് ധർമ്മപുത്രർ മഹാപ്രസ്ഥാനത്തിന് തീരുമാനിച്ചു. കുന്തിയും അർജുനൻ പറഞ്ഞ യദുകുല നാശത്തെയൊക്കെ മനസ്സിലാക്കി ആ ഭഗവാനിലേക്ക് തന്നെ ആത്മസമർപ്പണം ചെയ്തു. അങ്ങനെ ഭഗവാന്റെ മത്സ്യാദിരൂപങ്ങൾ ഭഗവാൻ സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഏതുപോലെ നടൻ ഒരു കഥാപാത്രമായി മാറുന്നത് പോലെ. എത്രയുള്ളൂ. നടനറിയാം താൻ ആരാണ് എന്നുള്ളത്, കാണികൾക്കറിയില്ല. ഇതേപോലെയാണ് ഭഗവാൻ ഈ വിശ്വനാടകവേദിയിൽ സംവിധായകനായും പ്രധാന നടനായും ഒക്കെ പല പല വേഷങ്ങൾ ആടി തീർക്കുന്നത്. അങ്ങനെ വേഷമഴിച്ച് പോകുന്നത് പോലെ ഭഗവാൻ ആരുമായും ബന്ധമില്ല. നാടകത്തിലെ കഥാപാത്രം ഒരു പക്ഷേ സ്നേഹധനനായ ഭർത്താവായിട്ട് അഭിനയിക്കും. അത് കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയായ ആ സ്ത്രീയോട് യാതൊരു ബന്ധവുമില്ല. വേഷമഴിച്ചു വെച്ച് പോണതുപോലെ ഈ ലോകത്തിൽ ഭഗവാന് മാതാവോ പിതാവോ അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ ഭാര്യയോ മക്കളോ ഒന്നുമില്ല. ഭഗവാൻ എല്ലാത്തിനും അതീതനായ ശുദ്ധബ്രഹ്മ സ്വരൂപമാണ്, പരബ്രഹ്മമൂർത്തിയാണ്. ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ വാക്കുകൾ അല്ലെങ്കിൽ ഭഗവാന്റെ ഗതിയെ മനസ്സിലാക്കി അവരെ മഹാപ്രസ്ഥാനം വഴി ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്നു. തങ്ങളുടെ പൗത്രനായ പരീക്ഷത്തിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അതിനുശേഷം എല്ലാവരും അവിടുത്തേതായ യാത്രയായി എന്ന് പറയുന്നു. യശ്രദ്ധയേതൽ ഭഗവത് പ്രിയാണ പാണ്ഡോസുതാനാമിതി സംപ്രയാണം ശൃണോത്യലം സ്വസ്ത്യേനം പവിത്രം ലബ്ധാരോ ഭക്തിമുഖൈതി സിദ്ധിം. ഈ പാണ്ഡവന്മാരുടെ കഥ കേട്ടാൽ തന്നെ ഭക്തി ഉണ്ടാവുന്നതാണ്. ഭഗവാന്റെ കഥ, ഭക്തന്റെ കഥ ഭഗവാന്റെ കഥ തന്നെയാണ്. അത് തന്നെയാണ് ഭാഗവതം. ഏതായാലും പാണ്ഡവന്മാരുടെ കഥ ഇവിടെ സമർപ്പിച്ചു. പരീക്ഷിത്ത് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അവിടെ മധുരയിൽ വജ്രനാഭൻ എന്ന യാദവകുലത്തിലെ ആ ധീരൻ രാജാവായി തീർന്നു. പരീക്ഷിത്ത് ദിഗ്വിജയത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നു. അങ്ങനെ പോകുമ്പോഴാണ് സരസ്വതി നദിയുടെ തീരത്ത് ഒറ്റക്കാലിൽ നിൽക്കുന്ന ഒരു കാളയെയും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പശുവിനെയും അദ്ദേഹം കാണുന്നു. അവർ സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്നതിൽ നിന്ന് പരീക്ഷത്തിൽ മനസ്സിലായി 4 കാലുകൾ നഷ്ടപ്പെട്ട, 4 കാലുകളിൽ 3 കാലുകളും നഷ്ടപ്പെട്ട ഈ കാള ധർമ്മദേവനാണെന്നും പശു സാക്ഷാൽ ഭൂമിദേവിയാണെന്ന് മനസ്സിലായി. ഇങ്ങനെ അവർക്ക് ആ ദുഃഖങ്ങൾക്ക് കാരണമായിട്ടുള്ളത് എന്താ? പരീക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ശൂദ്രൻ രാജാവിൻ്റെ വേഷം ധരിച്ച് ഈ കാളയുടെ 4ാമത്തെ കാല് സത്യം എന്ന 4ാമത്തെ പാദത്തെ കൂടി അടിച്ച് തകർക്കാനായിട്ട് ശ്രമിക്കുന്നു. ഭഗവാൻ സുധാമത്തിലേക്ക് പോയപ്പോൾ കലിയുഗം ആരംഭിച്ചുവെന്നും ആ കലിയാണ് ഇവിടെ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും മനസ്സിലായി. ഇതങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവ് പരീക്ഷിത്ത് വാളുമെടുത്തുകൊണ്ട് കലിനിഗ്രഹത്തിനായിട്ട് പുറപ്പെട്ടു. കലി അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഓടി രക്ഷപ്പെട്ട് അവസാനം ഗതിയില്ലാതെയായി, എങ്ങോട്ടും ഓടാൻ വൃത്തിയില്ലാതെ ആയപ്പോൾ വേഗം കാക്കൽ വന്ന് വീട് നമസ്കരിച്ചു. പരീക്ഷിച്ചിട്ട് എന്നെ രക്ഷിക്കണം. ഇവിടെ തപസ്, ശൗചം, ദയ, സത്യം എന്നീ 4 കാലുകളാണ് ധർമ്മത്തിനുള്ളത്. അതിൽ സത്യത്തെ മാത്രം സ്മയം, സംഘം, മതം എന്നീ 3 പ്രവൃത്തി കൊണ്ട് തപസ്, ശൗചം, ദയ എന്നീ 3 പാദങ്ങളെയും നശിപ്പിച്ചു. ഇനി 4ാമത്തെ പാദമായിരിക്കുന്ന സത്യത്തെ നശിപ്പിക്കാനുള്ള ശ്രമമാണ്. അസത്യത്തിലൂടെ സത്യത്തെ നശിപ്പിക്കുക. കലിയോട് പറഞ്ഞു, നിന്നെ ഇവിടെ കാണാൻ പാടില്ല, എൻ്റെ രാജ്യത്ത് നിന്നെ കാണാൻ പാടില്ല, പൊക്കോളണം എന്നാണ്. കലി എന്ന് പറഞ്ഞു, ഞാൻ യുഗദേവനാണ്, എനിക്ക് എൻ്റേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. രാജാവ് ആലോചിച്ചു. സാരഗ്രാഹിയാണ് അദ്ദേഹം. ഒരുപാട് ദോഷങ്ങളുണ്ടെങ്കിലും അല്ലേ,
അനേക ദോഷങ്ങളുണ്ടെങ്കിലും മഹത്തായൊരു ഗുണം ഈ ദോഷങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കുന്നത്. അങ്ങനെയാണ് സാരഗ്രാഹിയാവണം. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കുന്ന ആളുകളാണ്, അല്ലേ? ചോര, ആ ക്ഷീരമുള്ളൊരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൊതുകെന്ന് പറയാറില്ലേ? അതേപോലെയാണ്. ഒരുപാട് കേമത്വങ്ങളുണ്ട്. ഓ, ആള് മഹാകേമനാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ആ അതൊക്കെയാണ്, പക്ഷെ ഇങ്ങനൊരു കുഴപ്പമുണ്ട്. ആ ഒരു കുഴപ്പത്തെ തള്ളിക്കളയാൻ നമുക്ക് സാധിക്കണില്ല. മറിച്ച് ആ ഗുണങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞ് ആ ദോഷത്തിന്റെ പിന്നാലെ പോകും. ഗുരുവായൂരിൽ പോയി തൊഴാൻ പോകുമ്പോൾ ആ ഗുരുവായൂരപ്പനെ കാണാനോ അതിൽ ഭക്തിപൂർവ്വം ഭഗവാനെ ഭജിക്കാനോ അല്ല, അവിടെ ഇന്ന തൂണിൽ ഇന്നതുമായൊരു കുഴപ്പം കാണാനുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഏതായാലും ഇവിടെ കലിയെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചു പരീക്ഷിച്ചു. എങ്ങനെയാ നിയന്ത്രിച്ചത്? നീയെ ഒരു കാര്യം ചെയ്തോ, എൻ്റെ രാജ്യത്ത് നിൽക്കാം, പക്ഷേ കുഴപ്പമില്ല, ഒരു 4 സ്ഥലങ്ങൾ ഞാൻ തരാം, അവിടെ മാത്രമേ എന്നെ കാണാൻ പാടുള്ളൂ. ഏതൊക്കെ 4 സ്ഥലങ്ങൾ? യൂതം, പാനം, സ്ത്രീയസൂന, എത്ര ആധർമ്മശ്ചതുർവിധം. 4 സ്ഥലങ്ങൾ പറഞ്ഞു കൊടുത്തു. ഏതൊക്കെയാ? യൂതം, ചൂതുകളി, പണം വെച്ച് നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഈ യൂതം എന്നുള്ളതിൽ പെടും. ചൂതുകളി, പാണ്ഡവന്മാര് ആ വനവാസത്തിന് കാരണക്കാരാക്കിയത് എന്താ? ചൂതുകളി, യൂതം. പിന്നെ പാനം, ഇതിന്റെ കാര്യം പിന്നെ പറയണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മദ്യപാനം കൊണ്ട്, സുരാപാനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കലി കയറിയതുപോലെയാവും ആളുകൾ, അല്ലേ? വളരെ ഭംഗിയായിട്ട് നല്ല പോലെ ജീവിച്ചിരുന്ന ആളുകള് എന്തുണ്ടാവുന്നു? കലി കയറിയതുപോലെ പ്രവർത്തിക്കുന്നു ഈ പാനം കൊണ്ടുള്ള പ്രവർത്തികള്. അതേപോലെ അടുത്തത് പറഞ്ഞു സ്ത്രീയ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? സൂതൻ പുരുഷനായതുകൊണ്ടാണ് സ്ത്രീയ എന്ന് പറഞ്ഞത്. മനുഷ്യരിൽ പരസ്ത്രീ പരപുരുഷ ബന്ധം ഇത്തരത്തിലുള്ള കലിദോഷങ്ങൾക്ക് കാരണമാവും. അവിടേക്ക് പോകരുത്, ഭഗവതം കാണിച്ചു തരികയാണ്. അടുത്തത് പിന്നെ സൂന എന്ന് വെച്ചാൽ ഹിംസ. ഈ 4 സ്ഥലങ്ങൾ, ചൂതുകളി, മദ്യപാനം, സ്ത്രീസേവ അല്ലെങ്കിൽ പരസ്ത്രീ പരപുരുഷ ബന്ധം, പിന്നെ ഹിംസ, ഈ 4 സ്ഥലങ്ങൾ ഈ അവിടേക്ക് പോകാനേ പാടില്ല. കലിക്ക് മാത്രം അനുവദിച്ചു കൊടുത്തേക്കുന്നതാണ്. അവിടെ പോയാൽ കലി ബാധിക്കും. മനസ്സിലാക്കുക, ഭാഗവതം പറഞ്ഞു തരുന്നു. അപ്പൊ കലിയുഗത്തിലെ ഒരു പ്രധാന സ്വഭാവമുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരാൾ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ട് പോരാ തോന്നും. എന്തെങ്കിലും ഒന്നുകൂടി കിട്ടിയാൽ കൊള്ളാന്ന് തോന്നും. കലി അന്ന് തന്നെ അത് കാണിച്ചു തരുന്നുണ്ട്. 4 പോരാ, ഒന്നുകൂടി തരണം എന്ന് പറഞ്ഞു. പിന്നെയാണ് അമൂനി പഞ്ചസ്ഥാനാനി, ആ 5 സ്ഥാനങ്ങൾ. 5ാമത്തെ സ്ഥാനം എന്താ? അതാണ് അർത്ഥം. അർത്ഥം എന്നാണ് പേരെങ്കിലും അനർത്ഥമാണത് പലപ്പോഴും ഉണ്ടാക്കുക. സമ്പത്ത്, ബുദ്ധിദേവി പറഞ്ഞില്ലേ, സമ്പത്ത് കൂടുന്തോറും ഭഗവാനെ മറക്കും. പിന്നെ സ്നേഹബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടും. ധനമുള്ള ദിക്കിലാണോ ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അല്ലേ? അത് ഗൃഹമാണെങ്കിലും സമൂഹത്തിലെ എന്തെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിലും ക്ഷേത്രമാണെങ്കിലും എന്തുമായിക്കൊള്ളട്ടെ, ധനമുള്ള ദിക്കിൽ അവിടെ കലിബാധിക്കും, അടിപിടി ഉണ്ടാവും. അതുകൊണ്ട് അനർത്ഥമാണ് ഈ അർത്ഥം എന്ന് തിരിച്ചറിയണം. ഇനി ദ്വിജഗീതയിലെ ഉദ്ധവഗീതയിൽ നമ്മൾ അത് കാണും. ഈ ധനം എന്നെ ബുദ്ധിമുട്ടിച്ചത് ഒരു വിപ്രൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ 5 സ്ഥലങ്ങൾ. സമ്പത്ത് അത് സ്വർണം എന്നുള്ള രൂപത്തിലാണ് ഇവിടെ പറയുന്നത്. ഏതായാലും അസത്യം, മതം, സ്ത്രീലംബടത്വം, ഹിംസ, 5ാമതായിട്ട് വിരോധം. ധനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് വിരോധം. ഈ 5 കാര്യങ്ങളിലൂടെയാണ് ലോകത്തിൽ കലി നിലനിൽക്കുന്നത്. കലിയുഗത്തെ കുറിച്ച് വിഷമിക്കേണ്ട. ഭാഗവതം പറയുന്നു, ഈ 5 സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിച്ചാൽ, ഭഗവൻ നാമസങ്കീർത്തനം ചെയ്താൽ, കലിയുഗം പോലെ ഏറ്റവും നല്ലൊരു യുഗം വേറെ ഇല്ല, അല്ലേ? ആ തുഞ്ചത്ത് രാമാനുജനെഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, കലിയുഗം ഏറ്റവും വിശേഷമായിട്ടുള്ളതാണ്, നാമം ജപിക്കൂ ഭഗവാന്റെ. ഇങ്ങനെ കലിയെ നിയന്ത്രിച്ചു പരീക്ഷിത്ത്. ആ കലി പരീക്ഷത്തിനെ പോലും പിടികൂടി. എപ്പോഴാണ് അത്? 4ാമത്തെ ആ ധർമ്മത്തിന്റെ വഴിയായിരിക്കുന്ന സൂന, ഹിംസ ചെയ്തു. നായാട്ട് രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ നായാട്ടിൽ നിരപരാധികളായിട്ടുള്ള മൃഗങ്ങളെ ഹിംസിക്കണോ, കൊന്നു തള്ളുന്നു, അതിന്റെ ഫലം അദ്ദേഹം അനുഭവിച്ചു. പക്ഷേ ആ ഫലത്തെയും ഭഗവാനുള്ള സമർപ്പണമാക്കി മാറ്റാൻ പരീക്ഷത്തിന് സാധിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ വിജയം. നമുക്ക് ജീവിതത്തിൽ പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ആ ബുദ്ധിമുട്ടുകളെ മുഴുവൻ ഭഗവാനിലേക്ക്, ആ ബുദ്ധിയെ മുട്ടിക്കാനുള്ള വഴിയാക്കി മാറ്റാൻ സാധിക്കുക. അതാണ് ഭാഗവതം പഠിപ്പിച്ചു തരുന്ന പാഠം. അദ്ദേഹം കാട്ടിലെ നായാട്ടിൽ പോയി. നായാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വല്ലാത്ത വിശപ്പും ദാഹവും വന്നു.
നമ്മൾ പറയില്ലേ, വിശന്നിട്ട് കണ്ണ് കാണാതായി, എനിക്ക് കലി കയറും വിശപ്പ് വന്നു കഴിഞ്ഞാൽ അല്ലേ, സമയം 1 മണിയോടെ എടുക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ അങ്ങനെ തോന്നും ഏതായാലും വേഗം നിർത്താം. അപ്പോൾ ആ പരീക്ഷത്തിന് കലി കയറി. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു മുനിയുടെ അടുത്ത്, ഷമീകൻ എന്ന മുനിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തെ ആദരിക്കേണ്ടുന്നതിന് പകരം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്, എല്ലാ സദ്ഗുണങ്ങളും ചേർന്ന ആളാണ് പരീക്ഷിത്ത്. പക്ഷേ ഒരു നിമിഷം അദ്ദേഹത്തിന്റെ ബുദ്ധി ഒന്ന് മാറി ചിന്തിച്ചു. അദ്ദേഹം ചത്തുകിടക്കുന്ന ഒരു പാമ്പിനെ തോണ്ടിയെടുത്ത് ഷമീകന് ഒരു മാലയുണ്ടാക്കി അണിയിച്ചു തിരിച്ചു പോവുകയും ചെയ്തു. ഷമീകന്റെ പുത്രൻ ആ ഋഷികുമാരൻ ശൃംഗിക്ക് ഇതൊട്ടും സഹിച്ചില്ല. അച്ഛനെ അപമാനിച്ചിരിക്കുന്നു. അച്ഛനൊരു അപമാനമില്ല. കാരണം എന്താ? അദ്ദേഹത്തിന് അറിയാം താൻ ഈ ദേഹമല്ല, ഈ ദേഹത്തെ അപമാനിക്കാൻ സാധിക്കുള്ളൂ, ആത്മാവിനെ അപമാനിക്കാൻ ആർക്കും സാധിക്കില്ല. ആത്മാവ് സനാതനമാണ്, ഒരിക്കലും നാശമില്ലാത്ത അനശ്വരമായ സത്യമാണ്. അതിനെ അപമാനിക്കാൻ ആർക്കും സാധിക്കില്ല. പക്ഷെ നമുക്കൊക്കെ ഇത് ദേഹമാണെന്ന് കരുതി നമ്മളെ ഒരാൾ ചീത്ത പറഞ്ഞാൽ നമുക്ക് സഹിക്കുമോ? നമ്മളെ ഒരാൾ അപമാനിച്ചാൽ നമുക്ക് സഹിക്കുമോ? നമുക്ക് സഹിക്കണില്ല. കാരണം എന്താ? ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഹന്തയും മമതയുമാണ് ഇതിന് കാരണം. ഇവിടെ ശൃംഗി പറഞ്ഞു, എൻ്റെ അച്ഛനെ ഇങ്ങനെ അപമാനിച്ചവൻ ആരായിരുന്നാലും ഇന്നേക്ക് 7-ാം നാൾ തക്ഷകദംശനമേറ്റു മരിക്കും. ഇതിലംഘിത മര്യാദം തക്ഷകസപ്തമേഹനി ദക്ഷണിസ്മ കുലാകാരം ചോദിതമേ തദ്രുഹം എന്നാണ് പറഞ്ഞത്. ഗംഭീരമായിട്ടുള്ള വാഗ്വജ്രമായിട്ടു അച്ഛൻ പറഞ്ഞു, നീ ചെയ്തത് ഒട്ടും നന്നായില്ലേ. നമ്മൾ ബ്രാഹ്മണർ തപസ് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോകഹിതാർത്ഥം, ലോകത്തിന്റെ നന്മയെ കാക്ഷിച്ചുകൊണ്ടാണ്. അല്ലാതെ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിതൊക്കെ പഠിക്കുന്നതും നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും ധ്യാനിക്കുന്നതും സ്തുതിക്കുന്നതും തപസ് ചെയ്യുന്നതൊക്കെ. പിന്നെയോ ലോകഹിതാർത്ഥം. ഇനി ഒരു കാര്യം ചെയ്യൂ, ഉടനെ തന്നെ ചെന്ന് അദ്ദേഹത്തെ വിവരം അറിയിക്കൂ. അദ്ദേഹം സർവ്വദേവതാസ്വരൂപനാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ സർവ്വദേവതകളും അദ്ദേഹത്തിൽ വസിക്കുന്നു എന്നാണ്. നമുക്കിവിടെ സുഖമായി തപസ് ചെയ്യാനുള്ള ഒരു പരിസ്ഥിതി ഉണ്ടാക്കി തന്നത്, ഒരു പരിതസ്ഥിതി ഉണ്ടാക്കി തന്ന അദ്ദേഹം. അദ്ദേഹത്തിനെ വിവരം അറിയിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ ഋഷികുമാരന്മാരെ പരീക്ഷത്തിനെ വിവരമറിയിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു. ഈ തെറ്റിനെ ശരിയാക്കാൻ എന്താണ് വഴി? ആ തെറ്റിനെ ശരിയാക്കാൻ ആ ഹരിയിലേക്കുള്ള പാത കണ്ടെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ചു, പ്രായോപവേശം ചെയ്തു അദ്ദേഹം. അധോ വിഹായേ മമം ച ലോകം വിമർശിതോ ഹേയതയാ പുരസ്താൽ കൃഷ്ണാംഘ്രിസേവാമധിമന്യമാന ഉപാവിശൽ പ്രായമമദ്യ നദ്യാം. പ്രായോപവേശം സ്വീകരിച്ചു. ആഹാരമില്ല, ജലപാനം പോലുമില്ല. ആ കിഴക്കോട്ട് തിരിച്ചു വെച്ച ദർഭപ്പുല്ലിൽ വടക്കോട്ട് തിരിഞ്ഞ് ഗംഗാതീരത്ത് അദ്ദേഹം തയ്യാറായിരുന്നു. അതിനു മുമ്പേ തൻ്റെ പുത്രനെ രാജ്യാഭിഷേകം ചെയ്തു. ജനമേജയനെ കാത്തിരുന്നു. ഇനി എന്ത് വേണം എന്ന് തീരുമാനിക്കാൻ സജ്ജനങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും. അദ്ദേഹത്തിന് നല്ല ഉറപ്പാണ്. അങ്ങനെയാണ് നിരവധിയായിട്ടുള്ള സജ്ജനങ്ങൾ, നിരവധിയായിട്ടുള്ള ഋഷീശ്വരന്മാര് അവിടേക്ക് കടന്നു വന്നു എന്നും അവിടെ പറയുന്നു. ഇങ്ങനെ നിരവധി ആളുകൾ, ശാസ്ത്രൻ തുടങ്ങിയ ആളുകളൊക്കെ അവിടെ വന്നു. അവരെയൊക്കെ വീണ് നമസ്കരിച്ചു. ഞാനിനി എന്താ ചെയ്യേണ്ടത്? 7-ാമത്തെ ദിവസം മരണം എന്നാണ് എനിക്ക് ശാപം കിട്ടിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. എല്ലാവരും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ അഭിനന്ദിച്ചു. എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് ചേരാൻ കാത്തിരിക്കുന്ന ആളല്ലേ. പക്ഷേ എന്ത് വേണം എന്ന് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല. അപ്പോഴാണ് തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്രോ, വ്യാസപുത്രനായിരിക്കുന്ന സാക്ഷാൽ ശ്രീശുബ്രഹ്മർഷി, 16 വയസ്സ് പ്രായം, അതിസുന്ദരമായ കരചരണാദ്യ അവയവങ്ങള്, നീണ്ടുകിടക്കുന്ന ആ ചുരുണ്ട തലമുടി, മനോഹരമായിട്ടുള്ള നാസിക, കണ്ണുകള്. അദ്ദേഹത്തെ കണ്ടപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു എന്നാണ്. പരീക്ഷത്തിനാൽ പൂജിതനായി അദ്ദേഹം അവിടെ പീഠത്തിൽ ഇങ്ങനെ ഇരുന്നു. രാജാവ് വേഗം അദ്ദേഹത്തിന്റെ കാക്കൽ വീണ് നമസ്കരിച്ചു. എന്നെ ഭഗവാൻ ഇപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ദൃഷ്ടാന്തമാണത്. നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഇവിടെ വരിക എന്നുള്ളത്. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ നിങ്ങളൊക്കെ സഞ്ചരിക്കുന്ന തീർത്ഥങ്ങളാണ്. ഗംഗയിൽ പോയി മുങ്ങിക്കുളിക്കണമെങ്കിൽ ഗംഗയുടെ അടുത്തേക്ക് പോകണം. നിങ്ങളൊക്കെ ഭക്തിയുടെ ഗംഗയായി സജ്ജനങ്ങളുടെ അടുത്തേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. ആ പാപികളുടെ അടുത്തേക്ക് ഒഴുകി വന്ന പാപത്തെ മുഴുവൻ കഴുകിക്കളയുന്നു. വലിയ ഭാഗ്യം. വന്നത് നന്നായി.
എങ്കിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ വരുമ്പോൾ നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ ചോദിക്കുന്നതിൽ ഒരർത്ഥമില്ല എന്നാണ് പരീക്ഷത്തിന്റെ വാദം. മറിച്ച് ലോകഹിതാർത്ഥം എന്ത് വേണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മരണാസന്നനായിരിക്കുന്ന ഒരാള് എന്ത് ചെയ്യണം, എന്താണ് കേൾക്കേണ്ടത്, എന്താണ് ജപിക്കേണ്ടത്, എന്താണ് സ്മരിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ആരെയാണ് ഭജിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നു. ഇവിടെ പറയുകയാണ്, ഗൃഹേഷു ഗൃഹമേധിന, ഗൃഹസ്ഥാശ്രമികളുടെ അടുത്ത് വന്നിട്ട് ഗോദോഹനം കൊതി, ഒരു പശുവിനെ കറക്കുന്ന സമയം മാത്രമാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ നിൽക്കുക. മഹർഷിമാര്, ഋഷീശ്വരന്മാര്, സന്യാസിമാരൊക്കെ അങ്ങനെ വേണമെന്നാണ്. ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ പാടില്ല. സ്ഥിരമായി നിന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമുക്ക് അതിനോട് മമതയുണ്ടാവും. മമത ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. എൻ്റേത് എന്ന ഒരു ചിന്ത ഇല്ലാതെയാവണമെങ്കിൽ എന്ത് വേണം? ഒന്നുമായും ബന്ധമില്ലാതെ ജീവിക്കണം. അതുകൊണ്ട് അങ്ങ് പറഞ്ഞു തരൂ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരൂ എന്ന പരീക്ഷത്തിന്റെ ചോദ്യം, ആ ചോദ്യത്തോടു കൂടിയിട്ടാണ് പ്രഥമ സ്കന്ധം അവിടെ സമർപ്പിക്കുന്നത്. ആ ദ്വിതീയ സ്കന്ധത്തിൽ അവിടെ പരീക്ഷത്തിന് ശിശുവ ബ്രഹ്മശ്രീ കഥനം ചെയ്ത് തുടങ്ങുകയാണ് ഭഗവാന്റെ കഥകൾ. ഇനി ദ്വാദശ സ്കന്ധത്തിലെ 6ാമത്തെ അധ്യായം വരെ ശ്രീശുല പരീക്ഷിത് സംവാദ രൂപത്തിലാണ് സൂതൻ ശൗനകാദികൾക്ക് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ രംഗങ്ങളൊക്കെ നമുക്ക് സമയം പോലെ അനുസ്മരിക്കാം. ഇപ്പോൾ ദീപാരാധനയോടുകൂടി സമർപ്പിക്കാം.